ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നും ഔത്തുകൂടി ഓടിപ്പായണതും ഔത്തത്തെ പണികളും ഒക്കെ അല്ലേ കാണിക്കല്. ഇന്നിതാ പുറത്ത് കുറച്ച് പണികളുണ്ട്. 3-4 ദിവസം അടഞ്ഞ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തത്തെ പണികളൊക്കെ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിതാ ചെറിയൊരു ഒലർച്ച കാണാനുണ്ട്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ചൊരു ഒലർച്ചയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ കുറച്ച് ചവിട്ടികളും കാര്യങ്ങളൊക്കെ തിരുമ്പാണ്ട്, മുറ്റത്ത് കൂടെയൊക്കെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചാണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് ചെയ്യാണ്ട്. എന്നും ഇങ്ങനെ ഒത്തു ഉത്തർന്നാൽ പറ്റൂലല്ലോ. അപ്പോൾ ചെറിയൊരു ഉലർച്ചയും കാര്യമൊക്കെ കണ്ടപ്പോൾ ഒന്ന് പുറത്ത് കണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ കുറച്ച് ചവിട്ടികളും കാര്യങ്ങളൊക്കെ തിരുമ്പാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം സർഫിലണ്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് വേറെയുള്ള പണിയൊക്കെ പോകാം. അപ്പോൾ തന്നെ അതൊക്കെ കിടന്നൊന്ന് പൊതിർന്നോട്ടെ. മഴ ആയതുകൊണ്ട് തന്നെ ഔത്തത്തെ ചവിട്ടിയാളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴെപ്പോഴും മാറ്റണം. ഈ കുട്ടികളൊന്ന് പുറത്തേക്ക് പോലും ഔത്തേക്ക് വരലും എല്ലാം പാടെ ആകെ ചളിയും വെള്ളവും ഒക്കെ പാടെ കാരണം നഞ്ഞാൽ പിന്നെ ആ ചവിട്ടി പിന്നെ ഇട്ടിട്ട് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ വലിച്ചിട്ട് ചവിട്ടിയൊക്കെ ഇഷ്ടമാണ് തിരുമ്പാണ്ട്. രാവിലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുറത്തേക്കിട്ട് ഇറങ്ങൂല്ല. എന്നാൽ ഔത്തത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പുറത്തത്തെ ഈ പണികളൊക്കെ എടുക്കാനെന്ന് വിചാരിച്ചുമ്പോഴത്തേന് പിന്നെ ഔത്തത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് നേരം കുറേ ആയിട്ടുണ്ടാവും. പിന്നെ ഇപ്പം നമുക്ക് നിൽക്കില്ല. അങ്ങനെ ഇപ്പോൾ 2-3 ദിവസത്തെ ചവിട്ടികളൊക്കെ തിരുമ്പാണ്ട്. അപ്പോൾ അതൊക്കെ സർഫിലിട്ടിക്കാണ്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങണം. മിറ്റടിച്ചേരിയിട്ടും അതേപോലെ തന്നെ 4 ദിവസമായി ഞാൻ മിറ്റടിച്ചേരിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴ രാവിലെ തന്നെ മഴക്കാരം, പിന്നെ മഴ ചോർന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞാകുമ്പോഴത്തേനും പിന്നെ ഉച്ചയാവും. അപ്പോൾ പിന്നെ ഏതായാലും മുറ്റത്തേക്കൊന്നും പോയി വെക്കൂല. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. മിറ്റാകെ ഇരപ്പയിക്കണേ. അപ്പം ഇന്ന് ഏതായാലും കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല. പിന്നെ കൂട്ടാണ്ടാക്കാനും അങ്ങനത്തേനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചോറ് അവിടെ അടുപ്പത്താണ് തീമിട്ടിക്കാണ്ട് ഞാനിതാ പുല്ലരച്ചാനായിട്ട് വന്നേക്കണു. ചോറിയും ഇടാതെ ഇപ്പോൾ ഈ പണിക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും പെരയിലുള്ളതല്ലേ. അപ്പോൾ എല്ലാവർക്കും പള്ള പഴിച്ചും. അപ്പോൾ ഞാൻ ഈ പണിക്ക് നിന്നാൽ പിന്നെ എല്ലാവർക്കും പള്ള പഴിച്ചൂലേ. അപ്പോൾ അത് ആദ്യം തന്നെ ചോറ് അവിടെ അടുപ്പത്ത് വെച്ചുകൊണ്ടാണ് കൂട്ടാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ചോറ് അവിടെ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ പണിക്കൊക്കെ ഇറങ്ങിയിരിക്കണേ. പുല്ല് പറിച്ചണ തറൻ്റെ അടുത്ത് കൂടെയൊക്കെ നന്നായിട്ട് പുല്ലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഇറങ്ങിയതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പുല്ല് പറിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുല്ല് പറിച്ചുമ്പോൾ തന്നെ ആ മുറത്തേക്ക് അങ്ങനെ ഇട്ട് വെക്കണ്ട. എന്നാൽ പിന്നെ ഒരു അടിച്ച് വരുമ്പോൾ അവിടെ പരത്തണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ അടിച്ച് തരാണ്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പറിച്ചിട്ട് കാണ്ട് പരത്തണ്ടല്ലോ വിചാരിച്ച് മുറം വെച്ച് കാണ്ട് അതിക്കങ്ങനെ പറിച്ചിടണം. എന്നാൽ പിന്നെ അപ്പത്തെ അതാണ് കൊണ്ടിട്ടാൽ അതാണ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. മഴ ആയതുകൊണ്ട് തന്നെ തറക്ക് ആകെ ചളി പിടിച്ചേക്കണോ. ഈ ചളി ഇങ്ങനെ വെള്ളവും ചളിയും തെറിച്ചല്ലേ. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ കേകിയിട്ട് കാര്യമില്ലല്ലോ. ഇന്നിപ്പാണ് കേകിയ അപ്പം തന്നെ മഴ അജൂലേ. അപ്പം പിന്നെ ഇന്ന് പൈമൊക്കെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാ പുല്ലൊക്കെ പറിച്ച് മിറ്റൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. കുട്ടികൾക്ക് സ്കൂളിൽ ഒഴിവുള്ള ദിവസം തന്നെ കേട്ടോ അങ്ങനത്തേനൊക്കെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റത് 9 മണി 10 മണി ആവൂലേ ഓരോരുത്തർ പോയി കഴിയുമ്പോഴത്തേന്. അപ്പോലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കലും തുടക്കലും തിരുമ്പലും അപ്പോൾ തന്നെ ഉച്ചയാവും. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് അങ്ങനത്തെ പണിക്കൊക്കെ ഇറങ്ങിയതാണ് ഞാൻ. ഔത്തത്തെ പണികൾ മാത്രം നോക്കി അങ്ങനെ ഔത്തുകൂടി കിടന്ന് മണ്ടിയാൽ മാത്രം പോരല്ലോ. നമുക്ക് പുറത്തും വേണ്ടേ നോക്കുക. എല്ലായിടത്തും വേണമല്ലോ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ. പുല്ലുപരൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ പറിച്ചിക്കാണ്ട് മതിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മിറ്റൊക്കെ ഒന്ന് അടിച്ചേരിക്കട്ടെ. കണ്ടില്ലേ 4 ദിവസമായി. അതിന് മാത്രമുള്ള ചമ്മലും ഉണ്ട്. എൻ്റെ ആപ്പാടുത്ത മരോൾ ഇതിൽ കൂടെ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിറ്റടിച്ചേരിയിട്ടില്ലേന്ന്. അപ്പോൾ ഞാൻ 4 ദിവസമായി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു 4 ദിവസമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 4 ദിവസമായി മിറ്റടിച്ചേരിയിട്ട്. അപ്പോൾ പറഞ്ഞു ഇജ്ജ് അടിച്ചേരി വൃത്തിയാക്കിയത് ഇങ്ങനെ എപ്പോഴും വീഡിയോയിൽ കാണിച്ചും അല്ലാത്തൊന്നും ഇജ്ജ് കാണിച്ചൂല എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചതാണ്. അത് കാണിച്ചതിനിപ്പോൾ എന്താ നമ്മൾ അടിച്ചേരാത്ത കേടല്ലേ. ഇഷ്ടംപോലെ ചമ്മലുണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയും അടിച്ചേരാന്നാൽ ശരിയാവില്ല. അപ്പം ഇന്ന് പിന്നെ കുറച്ച് ഒലർച്ച ഉണ്ടെങ്കിൽ ഒലർച്ച ഉണ്ടാകുമ്പോഴേ അടിച്ചേരാനായിട്ട് പറ്റുള്ളല്ലോ. ആയിക്കൂടെ ഇങ്ങനത്തെ ഇൻ്റർലോക്കൊക്കെ പൈസയാണെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴും അടിച്ചുതരാം. ഇനിയിപ്പോൾ ഏത് മഴ ആയാലും ആ മഴ തോർന്നേക്കനെ തന്നെ അടിച്ചുതരാം. ഇത് ഏത് നേരം മുറ്റത്ത് ഇഷ്ടം പോലെ വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ മഴ ചോർന്നേക്കനൊന്നും അടിച്ചുതരാൻ പറ്റൂല. അപ്പോൾ കുറച്ച് ഒലർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടിച്ചുതരാൻ പറ്റുള്ളൂ. പിന്നെ ഇലാളും കാര്യങ്ങളൊക്കെയാണ് മുറ്റത്ത് ഒട്ടിയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടണമില്ല. അപ്പോൾ ഞാൻ ഒരു കുറ്റിച്ചൂലാണ് എടുത്തേക്കുന്നത്. ഞാൻ പൊതുവേ കുറ്റിച്ചൂലുകൊണ്ട് തന്നെയാണ് അടിച്ചു തരൽ. അങ്ങനെയെങ്കിലും ഒന്ന് കുമ്പിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ ഞാൻ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ അകത്തേക്ക് കയറണുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും മിറ്റടിച്ചേരലും അവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് ഒരു റമ്മിൽ വെള്ളം കുറേ ദിവസമായി ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പൈപ്പ് വെള്ളം വരാത്ത ദിവസമായപ്പോൾ ഞങ്ങളിങ്ങനെ നിറച്ച് വെച്ചതായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഏതായാലും മൈത്ത വെള്ളം കൊണ്ട് ഒഴിവാക്കി ആ റമ്മൊന്ന് മോറി വെച്ചാട്ടെ എന്ന് വിചാരിച്ചു. മുറ്റം നന്നാക്കുമ്പോൾ എല്ലേതൊന്ന് നന്നാക്കണമല്ലോ. അപ്പോൾ അതൊന്ന് നന്നാക്കിക്കാണ്ട് മോറിക്കാണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയും കഴിഞ്ഞു. പിന്നെ അതാ മുറ്റത്ത് കൂടി എല്ലാ ചെരുപ്പുകളും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു.
ഇത് ഈ ഒരു ചെടി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഏട്ടത്തിൻ്റെ അടുക്ക് പോയപ്പോൾ ഇളച്ചി തന്നൊരു ചെടിയേനു. അത് മാത്രമേ ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളൂ. അല്ലാത്ത ചെടികളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കണം. ടുട്ടുവിന് ഒരു 4-5 ഐറ്റം ചെരുപ്പുണ്ട് കേട്ടോ. ആ 5 ഐറ്റം ഓൻ പുറത്തേക്ക് ഇറക്കും കേട്ടോ. ഞാൻ തേച്ചകി എവിടെ കൊണ്ടച്ചോ അത് എടുത്തിടുന്ന് കണ്ട് ഓൻ പുറത്തേക്ക് ഇറക്കും. ഓൻ്റെ ഇതെല്ലാം ചളിയിലേക്കാരം. പിന്നെ എടുക്കുകയും പോകുമ്പോഴും കൂടി ഇടാൻ നോക്കുമ്പോൾ ചെരുപ്പ് ഉണ്ടാവില്ല. ഒക്കെ ചളി പെരൻ്റെ കൊണ്ടേക്കാരം. പിന്നെ ചളിയുള്ള ചെരുപ്പ് ഇട്ട് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ അതൊക്കെ എല്ലാവരും എൻ്റെ ലിനിമോളതും ടുട്ടുവിൻ്റെയും ഒക്കെ നുള്ളി പെറുക്കി കൊടുന്ന് കണ്ട് ഓലത്തെ രണ്ടാളതും തന്നെ ഞാൻ തേച്ചകലുള്ളൂ കേട്ടോ. സോനുവിൻ്റെ ഒന്നും പിന്നെ ഓനെ കൊണ്ട് തന്നെ തേച്ചകിച്ചലാണ്. അതൊന്നും പിന്നെ ഞാൻ ഏറ്റെടുക്കലില്ല. എനിക്ക് ഇവരുത് കണ്ടാൽ ഈ ലിനിമോളതും ടുട്ടുവിൻ്റെ മാത്രമാണ് ഈ ചെരുപ്പുകൾ ഫുള്ളും. ഞാൻ അത് തേച്ച് വെക്കുമ്പോൾ തന്നെ ടുട്ടുൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞോന്ന് വെച്ച് കാണുന്നു എനിക്ക് അപ്പം തന്നെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇടുള്ളൂ, ഇപ്പം തന്നെ തരൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് ആണ് തേച്ച് കഴുകി വെക്കട്ടെ. മയത്ത് കിടന്ന് നല്ലോണം പൊതിർന്ന ചെരുപ്പായതുകൊണ്ട് തന്നെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. പെട്ടെന്ന് ചളി പോകുന്നുണ്ട്. അപ്പോൾ പൈപ്പിൽ വെള്ളം അങ്ങനെ തിരിച്ചിട്ട് കണ്ട് വരച്ചാൽ അപ്പോൾ ഇങ്ങനെ വേഗം പോകണോടും പോവാത്തോടൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ വെള്ളം തിരിച്ചിട്ട് കണ്ട് ചെറുതായിട്ട് തിരിച്ചണുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കണ്ട് വരച്ചുണ്ടാക്കണേ. പറയണേൽ കുറച്ചൊരു പേവൊക്കെ ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതൊക്കെ നിങ്ങളാണ് ക്ഷമിച്ചാളി. പിന്നെ അതാ നമ്മൾ ചെരുപ്പ് ഉണക്കാനായിട്ട് വെച്ചേക്കണേ. കണ്ടില്ലേ, ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഉണക്കാൻ വെച്ചാലും ചിലപ്പോൾ ഇത് ഫുള്ള് ഓടത്തുണ്ടാവും. ഓനെ വിശ്വസിച്ചാനൊന്നും പറ്റൂല. എന്നാലും മതിൽമക്കാണ് വെച്ചേക്കണേ. അപ്പോൾ മുറ്റത്തത്തെ ആ പണികളൊക്കെ കഴിഞ്ഞ് കാണാതെ നമ്മൾ നേരത്തെ സർഫിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചവിട്ടിയാൾ. അതിപ്പോൾ നല്ലോണമാണ് പൊതിർന്ന് കിട്ടിയിരിക്കണം. കുറേ നേരമായില്ല നമ്മളിത് സർഫിലിട്ട് വെച്ചാണ് പോയിട്ടേ. ഇതിപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് ഞാൻ മുറ്റത്ത് കണ്ട് ഇറങ്ങിയിട്ട് ചെരുപ്പ് തേച്ചകലും മുറ്റത്ത് പുല്ലറച്ചലും എല്ലാം കഴിഞ്ഞിക്കാണ്ട് 12 മണിയായിക്കണു. പിന്നെ അപ്പോഴാണ് ഇപ്പോൾ ഈ ചവിട്ടി തിരുമ്പിടുന്നത്. ഇനിയിപ്പോൾ ഈ ചവിട്ടിയും കൂടി തിരുമ്പിട്ടിട്ട് വേണം തുടക്കാനൊക്കെ കേട്ടോ. തുടക്കാനും കറി ഉണ്ടാക്കാൻ പിന്നെ ചിക്കനാണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മീൻ കിട്ടാൻ തന്നെ ഇല്ലല്ലേ. മീൻ നിങ്ങൾക്കൊക്കെ കിട്ടലുണ്ടോ എന്ന് പറയണ്ടിട്ടോ. അവിടെ മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ എന്നും ഒരുപാട് ചിക്കൻ കൊടുന്ന് ഉണ്ടാക്കുക അങ്ങനെയൊന്നല്ല. ഒരു 100 റുപ്യേൻ്റെ ചിക്കൻ കൊടുന്നത് 2 ദിവസം 3 ദിവസമൊക്കെ ആക്കി ഒരു വെള്ളം അങ്ങനെ ആക്കൂട്ടാ. അല്ല അപ്പോൾ ദിവസം കഴിഞ്ഞ് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടൊരു വെള്ളം വെക്കും വേണം. അപ്പോൾ തന്നെ ഈ ചവിട്ടികളൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ട് വേണം അത് എടുക്കാൻ. അപ്പോൾ അതൊന്നും ഞാൻ അതിൽ കാണിക്കണില്ല. അപ്പോൾ ചവിട്ടികളും ഇവിടെ തിരുമ്പി കഴിഞ്ഞേക്കണേ. ഇനി മെഷീനിലിട്ടൊന്ന് ഉണക്കട്ടെ. വെയിലിപ്പോൾ നമ്മളോട് ഇങ്ങനെ ചിറിച്ച് നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചിറിയെന്നിപ്പോൾ നമ്മൾ വലിയ കാര്യമാക്കാനൊന്നും പറ്റൂല. അത് ചിലപ്പോൾ വെയിൽ ചിറിച്ച് നിൽക്കണ ഇടയിൽ കൂടെ മഴ പെയ്യും ചെയ്യും. അപ്പോൾ പിന്നെ ഏതായാലും മെഷീനിലിട്ടൊന്ന് ഉണക്കിയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് മെഷീനിലിട്ട് ഉണക്കിക്കാണ്ട് അതും അവിടെ തോരട്ടിക്കണേ. ഇനി ഈ തോരടലും കഴിഞ്ഞിട്ട് ഞാൻ ചോറും ചോറ് ആദ്യം തന്നെ നമ്മൾ വെച്ച് ഊറ്റി വെച്ചിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കണത്. പിന്നെ കൂട്ടാൻ ചിക്കൻ കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതും കഴിഞ്ഞ് കുളി നിസ്കാരം തുടക്കലും എല്ലാം കഴിഞ്ഞതാ ചോറ് കഴിച്ചാനായിട്ട് വന്നേക്കണു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വല്ല കൈക്കോട്ടും പണിക്കും പോയ മാതിരിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പൈസയുണ്ട്. ചിക്കൻ കറി മാത്രമുള്ളപ്പോൾ എനിക്ക് എന്തോ ഒരു ഗുമ്മിട്ടില്ല. അപ്പോൾ അതാ മുളകും പൊടി നല്ലോണം കലക്കി വെച്ചേക്കണേ. ഈ ഒരു മുളകും പൊടി കലക്കിൻ്റെ ഒരു ടേസ്റ്റ് ചില്ലറ ഒന്നല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.